ആറ്റുകാൽ പൊങ്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ സജീവമാക്കി തിരുവനന്തപുരം നഗരസഭ. ക്ഷേത്ര പരിസരത്തെ ഗ്രൗണ്ടിൽ നിന്ന് ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. മേയർ ആര്യ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കമലേഷാണ് വിവരങ്ങൾ നൽകാനുള്ളത്. കമലേഷ്, ശുചീകരണ പ്രവർത്തനങ്ങൾ എങ്ങനെ പുരോഗമിക്കുന്നു? വളരെ വേഗം പൂർത്തീകരിക്കാൻ കഴിയില്ലേ? നഗരത്തെ മാലിന്യം ഇല്ലാതെ പെട്ടെന്ന് ഈ പരിഹാരം ഉണ്ടാക്കാൻ കഴിയില്ലേ? അന്ന, തീർച്ചയായും വളരെ വേഗത്തിൽ തന്നെയാണ് ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. നേരത്തെ ഒരു 1:30 തന്നെ പൊങ്കാല അർപ്പിക്കുന്ന ചടങ്ങുകളെല്ലാം തന്നെ പൂർത്തിയായി. അതോടുകൂടി മേയർ ആര്യ രാജേന്ദ്രനാണ് ഈ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. പക്ഷേ ആ ഘട്ടം മുതൽ സാധാരണഗതിയിൽ നേരത്തെ ആരംഭിക്കുന്നതാണ്. പക്ഷേ ഇന്നിപ്പോൾ 3 മണിയോടുകൂടി കടുത്ത ചൂടാണ് നഗരത്തിൽ അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ 3 മണിയോടുകൂടിയാണ് ശുചീകരണ പ്രവർത്തനങ്ങളിലേക്ക് തൊഴിലാളികൾ കടന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കിള്ളിപ്പാലത്താണ്, അതായത് തമ്പാനൂരിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഇവിടങ്ങളിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതാണ്ട് 1 മണിക്കൂറിനുള്ളിൽ തന്നെ നഗരപ്രദേശങ്ങളിൽ ഈ കിള്ളിപ്പാലം അടക്കമുള്ള പ്രദേശങ്ങൾ ശുചിയായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതോടൊപ്പം തമ്പാനൂരിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെല്ലാം തന്നെ, അതായത് ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്ന പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഏറ്റവും ആദ്യം ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുക എന്ന നിർദ്ദേശം നഗരസഭ പ്രത്യേകം നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെ കിള്ളിപ്പാലത്ത്, തമ്പാനൂർ, ഈസ്റ്റ് ഫോർട്ട് അടക്കമുള്ള ഭാഗങ്ങളിലെല്ലാം തന്നെ ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാവുകയാണ്. തമ്പാനൂരിൽ പൂർത്തിയായി കഴിഞ്ഞു. ഇപ്പോൾ കിള്ളിപ്പാലത്ത് ഈ പാതയോരങ്ങളിലെല്ലാം നേരത്തെ ഈ പൊങ്കാല അർപ്പിക്കുന്നതിന് വേണ്ടി ആളുകൾ തടിച്ചുകൂടിയിരുന്ന അല്ലെങ്കിൽ അതിന്റെ അവശിഷ്ടങ്ങളെല്ലാം ഉണ്ടായിരുന്ന സ്ഥലമാണ്. ലൈവ് തരുന്ന സമയത്ത് അവിടെ ആരംഭിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ശുചീകരണ പ്രവർത്തനങ്ങൾ. വളരെ വേഗത്തിൽ സജീവമായി തന്നെ പ്രവർത്തനം നടത്തുകയാണല്ലോ നഗരസഭ. അന്ന, തീർച്ചയായും നേരത്തെ നമ്മൾ കഴിഞ്ഞ ബുള്ളറ്റിനിൽ നമ്മൾ സംസാരിക്കുമ്പോൾ പറഞ്ഞത് ഏതാണ്ട് 1 മണിക്കൂറിനുള്ളിൽ തന്നെ നഗരത്തിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെല്ലാം തന്നെ ശുചീകരിക്കും എന്നുള്ളത് തന്നെയാണ്. ആ നിലയിൽ തന്നെ കാര്യങ്ങൾ പോകുന്നു എന്ന് നമുക്ക് ഈ നിരത്തുകൾ കണ്ടാൽ അറിയാം. നേരത്തെ ഉണ്ടായതിനേക്കാൾ വെടിപ്പായിരിക്കുന്നു നിരത്തുകൾ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നഗരസഭയുടെ ശുചീകരണ തൊഴിലാളികളായ ആളുകൾ ഉൾപ്പെടെ, അതായത് 3000-ലേറെ ശുചീകരണ തൊഴിലാളികൾ ഈ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നു. ഈ കടുത്ത ചൂടിനെ പോലും വകവയ്ക്കാതെ വളരെ പെട്ടെന്ന് തന്നെ ഈ നഗരത്തെ ശുചിയാക്കുന്ന പ്രവർത്തനങ്ങളിൽ അവർ ഏർപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെയും അതുപോലെ തന്നെ ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെയും നേതൃത്വത്തിലാണ് ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. 30 കേന്ദ്രങ്ങളാണ്, അതായത് ഉത്സവ കേന്ദ്രങ്ങളായി 30 ഏരിയകളെയാണ്, നഗരത്തിലെ 30 വാർഡുകളെയാണ് നഗരസഭ കണക്കാക്കിയിട്ടുള്ളത്. ഈ 30 വാർഡുകളിലും വെവ്വേറെ യൂണിറ്റുകൾ ലഭ്യമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ വെവ്വേറെ സ്ക്വാഡുകളെ ചുമതലപ്പെടുത്തിക്കൊണ്ടാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഒരു യൂണിറ്റിൽ തന്നെ നിരവധിയായ ആളുകൾ, അതോടൊപ്പം പ്രധാനപ്പെട്ട ഏരിയകളെ ഒരു വലിയ യൂണിറ്റായും അവർ കണക്കാക്കുന്നു. 250-300-ലും മേരെ തൊഴിലാളികൾ ഒരു യൂണിറ്റിൽ ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ നഗരം ആകെ ശുചിയാക്കുന്ന നിലയിലേക്ക്, ശുചീകരിക്കപ്പെടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയാക്കി ഈ ഏരിയയിൽ ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ആളുകളെല്ലാം തന്നെ ഇവിടുത്തെ ജോലിക്ക് ശേഷം മറ്റിടങ്ങളിലേക്ക് മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് സാഹചര്യം. ഇവിടം ശുചീകരിക്കപ്പെട്ട് കഴിഞ്ഞു. അതോടൊപ്പം രാത്രി 10 മണിയോടുകൂടി ഈ നിലവിലിപ്പോൾ നമുക്ക് ഈ നിരത്തുകളിൽ കാണാൻ കഴിയുന്നത് ഈ ചാരം ഉൾപ്പെടെ, നേരത്തെ ഈ അടുപ്പ് കൂട്ടിയതിൻ്റെ അടക്കം ചാരമടക്കം നമുക്ക് ഈ നിരത്തുകളിൽ കാണാൻ കഴിയും. ഇവയടക്കം കഴുകിക്കളയുന്നതിന് വേണ്ടി ഒരു കൃത്രിമ മഴ പെയ്യിക്കുന്ന ഒരു പ്രവർത്തനം കൂടി നഗരസഭയുടെ ഭാഗമായി നടത്താറുണ്ട്. അത്തരത്തിൽ ഈ നഗരപ്രദേശങ്ങളിലെ മറ്റ് അവശേഷിക്കുന്ന ചാരമടക്കമുള്ള മറ്റ് പൊടികളടക്കം എല്ലാം കഴുകിക്കളയുന്നതിന് വേണ്ടി ഒരു കൃത്രിമ മഴയടക്കം 10 മണിയോടുകൂടി പെയ്യിച്ചുകൊണ്ട് നഗരത്തെ പൂർണ്ണമായും ശുചിയാക്കുന്ന നിലയിലേക്കുള്ള പ്രവർത്തനങ്ങൾക്ക് തന്നെയാണ് നഗരസഭ നേതൃത്വം നൽകുന്നത് എന്നത് ഏറ്റവും ശ്ലാഘനീയമായ കാര്യമാണ്. മറ്റിടങ്ങളിൽ നമുക്ക് കാണാൻ കഴിയാത്ത വിധം വളരെ ഭംഗിയായി തന്നെ ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പൂർത്തീകരിക്കാൻ കഴിയുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം ഈ അടുപ്പ് കൂട്ടിയ ചുടുകട്ടകൾ ഈ നഗരത്തിൻ്റെ അല്ലെങ്കിൽ നിരത്തുകളുടെ ഓരങ്ങളിൽ കൂട്ടിവെച്ചിരിക്കുന്നത് കാണാം. ഈ ചുടുകട്ടകളെല്ലാം തന്നെ ശേഖരിച്ചുകൊണ്ട് നഗരത്തിൽ അല്ലെങ്കിൽ നഗരസഭയുടെ കീഴിലുള്ള ഏറ്റവും ദരിദ്രരായ ആളുകൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്നതിനുള്ള ഒരു പ്രവർത്തനം കൂടി ഏറ്റെടുക്കുകയാണ് നഗരസഭ. ഈ ചുടുകട്ടകൾ ഉപയോഗിച്ച് ഏറ്റവും ദരിദ്രരായ ആളുകൾക്ക് വീട് നിർമ്മിച്ച് നൽകാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന കാര്യം കൂടി നഗരസഭ വ്യക്തമാക്കുകയാണ്. ആ നിലയിൽ വളരെ ക്രിയാത്മകമായി തന്നെ ഇതിൻ്റെ ഭാഗമായി അവശേഷിക്കുന്ന വസ്തുക്കളടക്കം ഉപയോഗിച്ചുകൊണ്ട് വളരെ ക്രിയാത്മകമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് നഗരസഭ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഏതായാലും നഗരം ശുചീകരിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനുള്ള പ്രവർത്തനങ്ങൾ വളരെ അതിതീവ്രമായി അല്ലെങ്കിൽ അതിശീഘ്രമായി നടക്കുകയാണ്. അന്ന.
ശരി, ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ശേഷം ശുചീകരണ പ്രവർത്തനങ്ങൾ സജീവമാക്കിയിരിക്കുകയാണ് തിരുവനന്തപുരം നഗരസഭ. വളരെ വേഗം ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ഇപ്പോൾ തന്നെ നഗരത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും ശുചിയാക്കി കഴിഞ്ഞിരിക്കുന്നു. കമലേഷാണ് വിവരങ്ങൾ നൽകിയത്.